മലപ്പുറം പഴയ ചന്തയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ കമ്മിറ്റി അംഗം VP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട അടൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് കഠിന തടവും പിഴയും ശിക്ഷ. കോട്ടക്കൽ സ്വദേശി സജിയെയാണ് അടൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. 2023 കേസിനാസ്പദമായ സംഭവം. കൊച്ചിയിൽ 20 ഗ്രാം MDMAയും 25 ഗ്രാം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ചിറയൻകീഴ് സ്വദേശി അജയ് കൃഷ്ണനെയാണ് റൂറൽ ജില്ലാ ഡാൻസാഫും ആലുവ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. തൃശൂരിൽ 10.28 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ. മനക്കൊടി സ്വദേശി പ്രണവിനെയാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടുക്കി അടിമാലി പന്നിയാർ പുഴയിൽ മീൻ പിടിക്കുന്നതിനിടെ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. മരിച്ചത് വെസ്റ്റ് മുക്കുടിൽ സ്വദേശി ഷാജി. അപകടം ചൂണ്ടയിടുന്നതിനിടെ കാൽ വഴുതി വെള്ളത്തിൽ വീണ്. മലബാർ ഇൻഡോർ ഷട്ടിൽ ക്ലബ്ബ് പുത്തനങ്ങാടിയുടെ നേതൃത്വത്തിൽ ചാലിയം ഓഷ്യാനസ് ബീച്ച് പാർക്ക് പ്ലാസ്റ്റിക് വിമുക്തമാക്കി. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വിസ് പ്രസിഡന്റ് സലീം മയ്യേരി അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് നടന്നു വന്ന സംസ്ഥാന സീനിയർ മെൻസ് കബഡി ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ആതിഥേയരായ കാസർഗോഡ് ജില്ല 1ാം സ്ഥാനവും എറണാകുളം ജില്ല 2ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പരുവല്ലൂർ കോട്ടക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ട്രസ്റ്റി K കുഞ്ഞുണ്ണി, T സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.